നമസ്കാരം. ഒരു സ്കൂട്ടറും ഒരു മോട്ടോർ സൈക്കിളും, അതായത് ഒരു ബൈക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു സ്കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും നമ്മൾ സിറ്റിയിൽ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സിറ്റിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിറ്റിയിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ലോങ് പോകാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ സ്കൂട്ടർ വിജയിക്കുന്നതും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഈ ബൈക്ക് സെഗ്മെന്റ് വിജയിക്കാത്തതും. കാരണം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വണ്ടിയിൽ 100 കിലോമീറ്റർ റേഞ്ച് കിട്ടുകയാണെങ്കിൽ ആ കസ്റ്റമർ ഹാപ്പിയാണ്, ഓക്കെയാണ്. പക്ഷേ ഇലക്ട്രിക് ബൈക്ക് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു വ്യക്തിക്ക് ഹാപ്പി ആവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 300-350 കിലോമീറ്ററെങ്കിലും കിട്ടണം. കാരണം നമ്മൾ സിറ്റിയിൽ മാത്രമല്ലല്ലോ, ഏറ്റവും കൂടുതൽ ലോങ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റേഞ്ച് കൂടുതൽ വേണം. നിലവിലിപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന ബൈക്കുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റേഞ്ച് കൂടുതൽ കിട്ടുന്നത് അൾട്രാവയലറ്റിന് മാത്രമാണ്. അതാണെങ്കിൽ ഒരു സാധാരണക്കാരന് താങ്ങുന്ന വിലയല്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരന് ഒരു ഇലക്ട്രിക് ബൈക്കിൽ കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈയിടെ ഓല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ബാറ്ററി നമ്മൾ ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 501 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ 501 കിലോമീറ്റർ എന്ന് പറയുന്നത് IDC റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളേതായ സ്റ്റൈലിലൊക്കെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 300-350 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ റേഞ്ച് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് ബൈക്കാണ്, ഇത് നമ്മൾ സിറ്റിയിൽ മാത്രമല്ല പുറത്ത് ലോങ് പോകാനൊക്കെ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. 50 km/h സ്പീഡിൽ താഴെയൊന്നും ഓടിക്കില്ല. അതുകൊണ്ട് തന്നെ റേഞ്ച് ഒരുപാട് പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മൾ റേഞ്ച് കിട്ടണം, കൂടുതൽ റേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് കിട്ടും. അതായത് 50 km/h സ്പീഡിൽ താഴെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ 400-450 ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്നും വരും കേട്ടോ. 2 പേരുകളിലാണ് ഇവർ റോഡ്സ്റ്റർ ഇറക്കിയിരിക്കുന്നത് കേട്ടോ. റോഡ്സ്റ്റർ എക്സും റോഡ്സ്റ്റർ എക്സ് പ്ലസും. മൊത്തത്തിൽ 5 വേരിയൻറ്റുകളാണുള്ളത്. 2.5 kWh, 3.5 kWh, 4.5 kWh ബാറ്ററി പാക്കുള്ള 3 വേരിയൻറ്റുകളാണ് റോഡ്സ്റ്റർ എക്സിനുള്ളത്. അതേപോലെ 4.5 kWh, 9.1 kWh ബാറ്ററി പാക്കുള്ള 2 വേരിയൻറ്റുകളാണ് റോഡ്സ്റ്റർ എക്സ് പ്ലസിനുള്ളത്. ഈ 5 വേരിയൻറ്റുകളുടെയും ഡിസൈൻ ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ മുന്നിലെ ടെലിസ്കോപ്പിക് സസ്പെൻഷനും പിന്നിലെ ട്വിൻ സ്പ്രിംഗ് കോയിൽ സസ്പെൻഷനും അതുപോലെ തന്നെ 18 ഇഞ്ചസിൻ്റെ ടയർ സൈസും 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാത്തിനും കോമൺ ആണ്. പിന്നെ എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് വരുന്നത് റൈഡിംഗ് മോഡ്സ് ആണ്. എക്കോ, നോർമൽ, സ്പോർട്സ്, പിന്നെ റിവേഴ്സ് മോഡുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 4.3 ഇഞ്ചസിൻ്റെ കളർ LCD ആണ് എല്ലാ വേരിയൻറ്റുകളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ 5 കളറുകളിലാണ് ഈ എല്ലാ വേരിയൻറ്റുകളും ഇറങ്ങുന്നത്. മുഴുവനും LED ലൈറ്റുകളാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്രൂസ് കൺട്രോൾ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം, ബ്രേക്ക് ബൈ വയർ ടെക്നോളജി, അഡ്വാൻസ് റീജൻ സെറ്റിംഗ്സ്, ഹൈപ്പർ ചാർജിംഗ്, ഓല ഇലക്ട്രിക് ആപ്പ്, എനർജി ഇൻസൈറ്റ്സ്, OTA അപ്ഡേറ്റ്സ്, ഇതെല്ലാം 5 വേരിയൻറ്റുകളിലും ലഭ്യമാണ്. ഇനി നമുക്ക് ഈ 5 വേരിയൻറ്റുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോഡ്സ്റ്റർ എക്സിൻ്റെ 3 വേരിയൻറ്റുകൾക്കും 7 kW പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന PMSM മിഡ് ചെയിൻ ഡ്രൈവ് മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. 2.5 kWh ബാറ്ററി പാക്കുള്ള ബേസ് വേരിയൻറ്റിൻ്റെ ടോപ്പ് സ്പീഡ് 105 km/h, 3.5 kWh, 4.5 kWh ബാറ്ററി പാക്കുള്ള അതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റുകളുടെ ടോപ്പ് സ്പീഡ് 118 km/h. ആക്സിലറേഷൻ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ ബേസ് വേരിയൻറ്റിന് 3.4 സെക്കൻഡ്സും മറ്റ് 2 വേരിയൻറ്റുകൾക്ക് 3.1 സെക്കൻഡ്സുമാണ് വേണ്ടത്. 140 കിലോമീറ്ററാണ് 2.5 kWh ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് IDC റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 3.5 kWhന് 196 കിലോമീറ്ററും 4.5 kWhന് 252 കിലോമീറ്ററുമാണ് IDC റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 2.5 kWh ഉള്ള ബേസ് വേരിയൻറ്റിൻ്റെ ബാറ്ററി 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ, അതായത് 350 വാട്ട്സിലാണ് ചാർജ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഏകദേശം 6.25 മണിക്കൂറാണ് വേണ്ടത്. 3.5 kWhന് 750 വാട്ട്സ് ചാർജറിൽ ഏകദേശം 4.5 മണിക്കൂറും 4.5 kWhന് 750 വാട്ട്സ് ചാർജറിൽ ഏകദേശം 6 മണിക്കൂറുമാണ് സമയം വേണ്ടത്. അതുപോലെ തന്നെ ഈ 3 വേരിയൻറ്റുകളുടെയും മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് റോഡ്സ്റ്റർ എക്സിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ റോഡ്സ്റ്റർ എക്സ് പ്ലസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4.5 kWhൻ്റെ ബാറ്ററി പാക്കും 9.1 kWhൻ്റെ ബാറ്ററി പാക്കുമുള്ള 2 വേരിയൻറ്റുകളാണ് റോഡ്സ്റ്റർ എക്സ് പ്ലസിനുള്ളത്. 11 kW പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന PMSM മിഡ് ചെയിൻ ഡ്രൈവ് മോട്ടോറാണ് 2 വേരിയൻറ്റുകൾക്കും കൊടുത്തിരിക്കുന്നത്. 125 km/h ആണ് 2 വേരിയൻറ്റുകളുടെയും ടോപ്പ് സ്പീഡ്. ആക്സിലറേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 2.7 സെക്കൻഡ്സ് മാത്രം മതി 2 വേരിയൻറ്റുകൾക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4.5 kWh ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് 252 കിലോമീറ്ററും
9.1 kWh ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് 501 കിലോമീറ്ററുമാണ് IDC റേഞ്ച് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 4.5 kWh ബാറ്ററി പാക്ക് 0 മുതൽ 80% 750 വാട്ട്സിൽ ചാർജ് ചെയ്യാൻ ഏകദേശം 6 മണിക്കൂറും 9.1 kWh ബാറ്ററി പാക്ക് 1000 വാട്ട്സ് ചാർജറിൽ ചാർജ് ചെയ്യാൻ ഏകദേശം 8 മണിക്കൂറുമാണ് വേണ്ടത്. ഇത് ഞാൻ പറഞ്ഞത് 0 മുതൽ 80% വരെ ചാർജ് ചെയ്യുന്ന കാര്യം കേട്ടോ. അതായത് ഈ ടോപ്പ് എൻഡ് മോഡൽ 100% നമുക്ക് ചാർജ് ആകുമ്പോഴേക്കും ഏകദേശം ഒരു 11-12 മണിക്കൂറൊക്കെ ആവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും 10 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും, അത് ഉറപ്പാണ്. അതേപോലെ ഈ 2 വേരിയൻറ്റുകളും ഡിസ്ക് ഡ്രം കോമ്പിനേഷൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. പിന്നെ ഇവർ എല്ലാ വേരിയൻറ്റുകളിലും ബ്രേക്ക് ബൈ വയർ എന്ന് പറഞ്ഞൊരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടെക്നോളജി ഇവർ ജനറേഷൻ 3 സ്കൂട്ടറുകളിലും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു സ്വഭാവം ഇവരൊരു സെൻസർ, പാറ്റൻറ്റഡ് സെൻസർ വെച്ചിട്ടുണ്ട്. ആ സെൻസർ വഴി മനസ്സിലാക്കിയിട്ട് ഇവരുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വഴി 15% കൂടുതൽ റേഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ കാലാവധി ഇരട്ടിക്കുന്നുമൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവർ വയറിങ്ങിൽ വരുത്തിയ പ്രധാനപ്പെട്ട ഒരു മാറ്റം 2 മുതൽ 4 കിലോഗ്രാമോളം ഭാരം വരുന്ന നിലവിലുള്ള ഇവരുടെ വയറിംഗ് കിറ്റ് വെറും 1 കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരമുള്ള ഫ്ലാറ്റ് കേബിൾ സിസ്റ്റത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇങ്ങനെ ഇവർ ചെയ്തതുകൊണ്ട് വയറിംഗ് ഹാർനസ് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ബെൽ ഡ്രൈവ് സിസ്റ്റം മൊത്തം മാറ്റി ചെയിൻ ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ പറയുന്നത് ഈ ചെയിൻ ഡ്രൈവിന് ബെൽ ഡ്രൈവിനേക്കാൾ കൂടുതൽ ലൈഫ് കിട്ടുമെന്നും പവർ ലോസ് കുറയുമെന്നും അതുകൊണ്ട് റേഞ്ച് കൂടുതൽ കിട്ടുമെന്നുമാണ്. അതേപോലെ സിംഗിൾ ചാനൽ ABSും കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ റോഡ്സ്റ്റർ എക്സ് പ്ലസിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. പിന്നെ ഇവർ ഡെൻസിറ്റി കൂടുതലുള്ള 4680 എന്ന് പറഞ്ഞൊരു ഭാരത് സെല്ല് ഇവർ തന്നെ കമ്പനിയിൽ അസംബിൾ ചെയ്യുന്ന സെൽസാണ്. അതാണ് റോഡ്സ്റ്റർ എക്സ് പ്ലസ് 9.1 kWh വേരിയൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറ്ററിക്ക് നിലവിലുള്ള ബാറ്ററിയേക്കാൾ റേഞ്ച് കൂടുതൽ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അതേപോലെ ഇൻറ്റഗ്രേറ്റഡ് MCU ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് മോട്ടറിൻ്റെ കൂടെ തന്നെയാണ് MCU ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജനറേഷൻ 2 വണ്ടികളിൽ ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ വണ്ടി വിൽപ്പന നടത്തിയത്. പക്ഷേ വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മൾ നോക്കിയപ്പം അതിൽ MCUയും മോട്ടോറും വേറെ വേറെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ അവർ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് പറ്റിക്കായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി കാര്യമായിട്ട് നമുക്ക് അറിയാനുള്ളത് ഈ വണ്ടിയുടെ വിലയും വാറണ്ടിയും ഒക്കെയാണ്. 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് എല്ലാ വേരിയൻറ്റുകൾക്കുമുള്ള സ്റ്റാൻഡേർഡ് വാറണ്ടി. കാശ് കൂടുതൽ നൽകി 8 വർഷം വരെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2.5 kWh ബാറ്ററി പാക്കുള്ള റോഡ്സ്റ്റർ എക്സിൻ്റെ വില 75,000 രൂപയും 3.5 kWhന് 85,000 രൂപയും 4.5 kWhന് 95,000 രൂപയും അതേപോലെ 4.5 kWh ബാറ്ററി പാക്കുള്ള റോഡ്സ്റ്റർ എക്സ് പ്ലസിൻ്റെ വില 1,05,000 രൂപയും 9.1 kWhന് 1,55,000 രൂപയുമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം എക്സ്-ഷോറൂം പ്രൈസാണ് കേട്ടോ. മാത്രമല്ല ഇത് ഇൻട്രോഡക്ടറി പ്രൈസാണ്. പിന്നീട് ഓരോ വേരിയൻറ്റുകൾക്കും ഏകദേശം 15,000 രൂപ വെച്ച് കൂടുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഈ റോഡ്സ്റ്റർ എക്സ് പ്ലസ് 9.1 kWh വേരിയൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻറ്റുകളുടെയും ഡെലിവറി മാർച്ച് പകുതിയാകുമ്പോഴേക്കും തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് പ്ലസ് 9.1 kWhൻ്റെ ഡെലിവറി കുറച്ച് വൈകും. പക്ഷേ ഈ വർഷം തന്നെ പകുതിയാകുമ്പോഴേക്കും ഡെലിവറി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ റോഡ്സ്റ്ററിൻ്റെ 9.1 kWh ബാറ്ററി പാക്കുള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റ് വെച്ചിട്ട് ഒരു റേഞ്ച് ടെസ്റ്റ് നടത്തണമെന്നുണ്ട്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കേണ്ടി വരും എന്തായാലും, അത് തീർച്ചയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഏകദേശം 400 കിലോമീറ്ററാണുള്ളത്. ഒന്ന് ശ്രമിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വണ്ടി ഇറങ്ങട്ടെ.